ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തുള്ള ഒരു ചെറിയൊരു മയക്കും ഒക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളന്ന് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, ആ വറക്കാനുള്ളൊരു സാധനം, അതൊരു പേര് ഇപ്പോഴും എനിക്കറിയില്ല. ആ സാധനം അതും കൂടെ വറക്കാം, എന്നിട്ട് വറുത്തിട്ട് അതും കട്ടൻ ചായയും കൂടെ കുടിക്കാമെന്നാട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായ അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കതും കൂടെ വറുത്ത് കോരിയെടുക്കാം. എനിക്കിത് വറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഗുണ്ടായിട്ട് വരുമല്ലോ, ഒരെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊള്ളച്ച് വരും. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് സാധനമാണ് കേട്ടോ. ഇങ്ങനത്തെ പല മോഡലുണ്ട് ഉണ്ട്. നമ്മൾ അന്നൊരു കുഴൽ പോലത്തെ, ഇതിപ്പോൾ ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് വറുത്ത് നോക്കാൻ വിചാരിച്ചു. ഇതിൽ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ, പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തു. ഇത് നല്ലോണം ഇങ്ങോട്ട് വലുതാവും കേട്ടോ. അപ്പോൾ അത് കാരണം ഒരുപാട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ചെറിയ ചട്ടിയല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊരു 5-6 ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നാൽ തന്നെ അതിനകത്ത് സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു ട്രിപ്പ് വറുത്ത് കോരി അങ്ങനെ വറക്കുമ്പോൾ തന്നെ അതിനൊരു സ്മെല്ല് മാറ്റം പോലെ കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് അങ്ങനെ നമ്മുടെ ആ ഒരു കിച്ചൺ മൊത്തം അങ്ങനെ വന്നു കേട്ടോ. പിന്നെ അതും അങ്ങനെ തൊടുമ്പോൾ ഒട്ടണ പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഫസ്റ്റിലത്തത് വേഗം ഇങ്ങോട്ട് കോരിയിട്ടു. രണ്ടാമത്തത് ഇട്ടപ്പോഴേക്കും എനിക്കതൊരു പന്തില്ലായ്മ തോന്നി. നമ്മൾ അന്ന് വറുത്ത പോലെയല്ല, വേറെ എന്തൊക്കെയോ ഒരു വശപശക്ക് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഒട്ടണ പോലെ, നമ്മുടെ കീശൊക്കെ ഉരുകിയുണ്ടാവില്ലേ, അതുപോലെ ആവണം കേട്ടോ. അങ്ങനെ രണ്ടാമത് ഇട്ടിട്ട് ഞാൻ പൂജിട്ടിയോട് പറഞ്ഞു, എടാ ഇതെന്തോ കഴിക്കാൻ കൊള്ളൂല തോന്നുന്നുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്നിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും പ്ലാസ്റ്റിക് ഒട്ടണ പോലെയും തോന്നണു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഡൗട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ മൂപ്പിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ, കറക്റ്റ് പ്ലാസ്റ്റിക് ഉരുകണ പോലെ അങ്ങോട്ട് ഉരുക്കി കണ്ടല്ലേ, അതേപോലെ ഉരുകി വന്നു. കറക്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും കൂടെ. അപ്പോൾ പിന്നെ നമുക്ക് പേടിയായി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ വാങ്ങിയിരിക്കുന്ന 2-3 പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സിലേക്ക് ഒക്കെ എടുക്കുക, രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, അത് വിചാരിച്ചിട്ട് പമ്പര വിഡ്ഢിത്തരായി. അത് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും ചൊയയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കിനി കളയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മൊത്തം നമ്മളത് എടുത്തിട്ട് കളയാണ് കേട്ടോ. ഇനി അത് വെക്കണില്ലേ, നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇതിങ്ങോട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ ഇല്ലേ, കറക്റ്റ് പ്ലാസ്റ്റിക് ഉരുക്കിയ പോലെ ടേസ്റ്റും ഇതാ ഇങ്ങനെ ആ ചൂടത്തുനിന്ന് ഇങ്ങനെ. ദൈവമേ, എന്ത് കിട്ടിത്തരത്തിന് ഞാൻ വാങ്ങിയതാണ്. ഒരിക്കലും വാങ്ങരുത് കേട്ടോ അങ്ങനത്തെ സാധനം. കറക്റ്റ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇങ്ങോട്ട് ഉരുക്കിയാൽ അതിങ്ങനെ ഒലിച്ച് വരില്ലേ, അതുപോലെ വേണ്ട. ഞാനാണെങ്കിൽ 2-3 കവർ വാങ്ങുകയും ചെയ്തു. വെറുതെ നാശമായി. 30-40 രൂപ ഒരു പാക്കറ്റിന്. എന്താ ഈ എണ്ണ കളയാൻ നമുക്ക് കേട്ടോ. ഈ എണ്ണ യൂസ് ചെയ്യണ്ട. ഇതിലൂടെ പോലും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല്, പ്ലാസ്റ്റിക് കവറ് ഉരുക്കിയ സ്മെല്ല്. ഒരു കവറും കൂടെ ഉണ്ടിട്ട് നമുക്ക് എടുത്തിട്ടില്ല, പക്ഷെ നമ്മളിനി അത് എടുക്കണില്ല കേട്ടോ, അത് കളയാം. ഒരെണ്ണം നമ്മൾ കഴിച്ചു. ഇങ്ങനത്തെ ഒരു സാധനം സംഭവം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാണ്ടിരിക്കാവും നല്ലത്. ഇതല്ലേ അവസ്ഥ. അതിൻ്റെ ഒരു മൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ ഒലിക്കുക. കറക്റ്റ് പ്ലാസ്റ്റിക്, ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയുള്ള സ്മെല്ല്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് വിശ്വാസമാവാം. നമുക്കിന്ന് സ്നാക്സ് ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അരിമണി വറക്കണോ? വേണ്ട. അപ്പോൾ മൂഡ് അങ്ങോട്ട് പോയി കേട്ടോ. നമ്മുടെ ചായ കുടിക്കാനുള്ള ഇവിടെ എന്തെങ്കിലും ഒന്ന് കുറിക്കാനില്ലാണ്ട് വെറുതെ കട്ടൻ ചായ കുടിക്കണത് ആർക്കും ഇഷ്ടമല്ല പറഞ്ഞാൽ ഞാനാണ് വൈകിട്ട്. ഷാജേട്ടനാണ് ഇവിടെ 2-3 നേരമൊക്കെ ചായ കൊടുത്താലും കുഴപ്പമില്ലാത്ത ആൾ കേട്ടോ. എനിക്ക് രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം, രാവിലെ എന്തായാലും ഒരു ഗ്ലാസ് ഇപ്പോൾ നിർബന്ധമായി. വൈകുന്നേരം കിട്ടിയില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. തലവേദന എടുക്കുന്ന സമയത്തൊക്കെ ഒരു ഗ്ലാസ് കിട്ടിയാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും ഇതേപോലെ പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുക. അപ്പോൾ എന്തായാലും വെറുതെ കട്ടൻ കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ അത് അവിടെ വെച്ചു അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഇട്ട കാരണം നമുക്കവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗവും ഇല്ല കേട്ടോ. അപ്പോൾ ബാക്ക് ഇവിടെ മുരിങ്ങടലൊക്കെ വീണിട്ട് ഇങ്ങനെ ചപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ അങ്ങോട്ട് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടമൊന്നുമില്ല, ഒരു സമാധാനത്തിൽ ചെയ്താൽ. വെയിലൊന്നും ഇല്ലല്ലോ, വെയിലത്തൊന്നും നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അവിടെ
10 മണി ഒരു 9 മണി രാവിലെ 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല വെയിലാവും. അതിൻ്റെ മുന്നെയൊക്കെ എല്ലാം പുറത്തെ പണികളും അകത്തെ പണികളൊക്കെ തീർക്കണതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് വല്ലാണ്ട് ക്ഷീണം തോന്നില്ല അടുക്കളയിൽ നിൽക്കുമ്പോൾ കേട്ടോ. നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് നമ്മളത് കുറ്റം പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. എത്ര ആ ഒരു അടുക്കളയിൽ നിന്നിട്ട് വെച്ചുണ്ടാക്കുമ്പോൾ വലിയ പാടാണ്. നമുക്ക് തോന്നും എന്താ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കി ചെയ്താൽ പോരെ തോന്നും. പക്ഷേ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞാനും ചെറുതിൽ ഇതേപോലെ വാശിയും കുറുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതിലൊക്കെ പറയും. പക്ഷെ വലുതായാലും ചിലർ ഈ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് നിൽക്കണ മക്കളുണ്ടാവും. കഴിക്കാൻ കൊടുക്കണേനും ഫുഡ് ഉണ്ടാക്കിയത് ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് നമ്മൾ ഉണ്ടാക്കണേനൊക്കെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ പൂജയ്ക്കും കണ്ണൻകുട്ടിക്കും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ കണ്ണൻകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പൂജയ്ക്കും ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ, ഇപ്പോൾ ഒന്നും അങ്ങനല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് കൂട്ടിയിട്ട് വാരി അവിടെ കണ്ട് വൃത്തിയാക്കി. ഇനി നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇതിറ്റങ്ങൾക്ക് 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്രയും വെയിലാണ് ഈ ഭാഗത്ത്. നല്ലോണം വെയിൽ വരും കേട്ടോ. രാവിലെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയം കഴിഞ്ഞൊരു വൈകുന്നേരം 5 മണി വരെ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ കുറച്ചൊരു 2 ഇതിനും കൂടെ മണ്ണിടാൻ വേണ്ടി അന്ന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെടികളത്തൊക്കെ ഈ കോഴി കൊത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീരമൊക്കെ കേട്ടോ. ഈ നിലത്ത് വെച്ചിരിക്കണൊക്കെ കോഴികളെ കൊണ്ട് വലിയ ശല്യം. അപ്പോൾ അത് കാരണം അതങ്ങനെ പൊട്ടയായി. അപ്പോൾ അതിലെ മണ്ണൊക്കെ എടുത്തിട്ട് ഞാൻ ഇല്ലാത്തതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഏറ്റി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഈ കവറിൽ നമ്മൾ വേറെ എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അത് പിന്നെ പെട്ടെന്ന് ചീത്തയൊന്നും ആവില്ലല്ലേ കവർ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തു. ഇനി മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവിടുന്ന് ഏറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പാടാട്ടോ. ഈ ഒരു കവറിൽ തന്നെ അത്യാവശ്യം മണ്ണ് കൊള്ളും. അപ്പോൾ അതുകൊണ്ട് അതിലുള്ളതൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെയും നമ്മൾ വെള്ളം ഇല്ലാത്തതിലൊക്കെ കുറേയും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പരിപാടി അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ഇവിടെയും കൂടെ ഞാനങ്ങോട്ട് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു, അത് അതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് രാവിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതലാവണ്ട. മിക്കതും രാവിലെ തിരുമ്മണ ആൾ പൂജിട്ടിയാണ്. അപ്പോൾ അവൾക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് വൈകിട്ടുള്ളത് ഞാനിങ്ങനെ അങ്ങോട്ട് തിരുമ്പിടും. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേല് കഴുകി കയറാം. വളാഞ്ചേരി ഒന്ന് പോകണമെന്നുണ്ട്, ഒരു അത്യാവശ്യം 2-3 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങണം. എന്നിട്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയം കൊണ്ട് ഒക്കെ, അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നമ്മളെല്ലാം തീർക്കും. പക്ഷേ തിടിപടിയിൽ നിന്ന് തീർത്തിട്ട് നമ്മൾ ഇരുട്ടാകുമ്പോഴേക്കും പോയി വരണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അത് തോരട്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല. നമുക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറവുണ്ട്, അത് മേടിക്കണം. രാവിലെ ഇപ്പോൾ ഷാജേട്ടന് ഫുഡ് കൊണ്ടുപോകണതിനെ കൊണ്ട് അത്യാവശ്യം നമുക്ക് ഉപ്പേരിക്കും കറിക്കുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ രാവിലെ നീട്ടിട്ട് എന്താണെന്ന് വിചാരിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും ടൈം അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഷാജേട്ടനാണ് വൈകിട്ട് കൊണ്ടുവരിക. പക്ഷേ ചിലതൊക്കെ മിസ്സാവും പറയുമ്പോൾ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ആ മിസ്സാവണതായിരിക്കും പിറ്റേ ദിവസം എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ പൂജയ്ക്ക് അർജൻറ്റായിട്ട് 2 സാധനം കൂടെ മേടിക്കാണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മളിന്ന് പോണത് കേട്ടോ. അപ്പോൾ ഇതാ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഇനി അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അങ്ങോട്ട് അവസാനിച്ചു. രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉച്ചയാകുമ്പോഴേ തന്നെ ഇരിക്കുന്നുണ്ട്. ചോറ് വെക്കേണ്ടി വരും കുറച്ച്. ഇപ്പോൾ 2 നേരത്തെ വെക്കണ കാരണം രാത്രി ആകുമ്പോഴേക്കും പൊട്ടയാവും. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകൂട്ടോ. ഞാനും പൂജിട്ടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നേരം വൈകുക. കണ്ണൻകുട്ടി ഷാജേട്ടനും നേരത്തെ കാലത്ത് അവരുടെയൊക്കെ കഴിച്ചിട്ട് അവർ കിടക്കും. ഞങ്ങൾ പാതിര കോഴിയോളെ പോലെ അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് തോന്നിയ നേരത്തൊക്കെയാണ് ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ തിരുമ്പിയിട്ടതൊക്കെ നമ്മൾ തോരട്ടു. ഇനി നമുക്ക് കുളിച്ചിട്ട് അങ്ങോട്ട് റെഡി ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഫ്രണ്ടിൽ അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടില്ല, എന്നാൽ അതും കൂടെ അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ മറന്ന് കിടക്കായിരുന്നു. അപ്പോൾ ഏതായാലും അതും കൂടെ അങ്ങോട്ട് കഴിയട്ടെ വിചാരിച്ചു. നമുക്ക് വിളക്ക് വെക്കാനുള്ളതല്ലേ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാവുകൊണ്ട് നമുക്കത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് അത്രയും വയ്യാതെയൊക്കെ വിചാരിക്കും കരടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അഴുക്കൊന്നുമില്ല, എന്നാൽ നീ വേണ്ട നാളെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പൊറുതിമുട്ട് തോന്നും കേട്ടോ, പൊറുതികേട് തോന്നും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. കപ്പെടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മടിച്ചോളങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം കൈ കൊണ്ട് മുക്കി ഇനി അങ്ങനെ തന്നെ നടന്നു. ചില സമയങ്ങളിൽ വല്ലാണ്ട് മടി തോന്നും കേട്ടോ. ഒന്നാമത് നമുക്ക് ഈ ഒരു വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കി വെച്ചാൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുക്കിയിട്ട് ആ ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തു. ബക്കറ്റ് ഒന്നും ഇങ്ങോട്ട് നീക്കി വയ്ക്കാൻ മടിയോണ്ടാണ് ഈ കാലുകൊണ്ട് ഇങ്ങനെ നീക്കി. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇങ്ങോട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് സ്കൂൾ ഇവിടെ പിള്ളേർക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ വലിയ ഇപ്പം എന്തോ ഒരു ഇത്രയും ദിവസം ഇവർ ഇവിടെ ഉണ്ടായിട്ടേ ഇനി ഞാനങ്ങോട്ട് ഒറ്റയ്ക്കാവും. അത് കാരണം ഇനിയിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ തന്നെ വെറുതെ എന്നോട് തന്നെ സംസാരിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ എനിക്കിങ്ങനെ ഇത്ര ദിവസമുള്ളൂ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ കേട്ടോ. പക്ഷേ പിള്ളേർക്ക് പഠിക്കണമല്ലോ, പഠിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, അത് വേറെ കാര്യം.
അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത്രയും ദിവസം ഉള്ളൂലേ ഇത്ര ദിവസം ഉള്ളൂലേ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൻകുട്ടിക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി 1 മുതൽ എല്ലാ കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പൂജട്ടിക്ക് വാങ്ങിയിട്ടില്ല, കിട്ടിയിട്ടില്ല. അത് മേടിക്കണം. നോട്ട്ബുക്ക് മേടിക്കണം. കൊട, വടി, ബാഗ് എന്ന് പറഞ്ഞ പോലെ പൂജട്ടിക്ക് ബാഗ് മേടിക്കണ്ട, കണ്ണൻകുട്ടിക്ക് ബാഗ് മേടിക്കണം. അവന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണൻകുട്ടിക്ക് യൂണിഫോം അടിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയൊരു ബഡ്ജറ്റിൻ്റെ ചിലവിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയാം ഓരോന്ന് വെച്ച് വാങ്ങി വയ്ക്കുക, ഒറ്റയടിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവില്ല എന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞ് വളാഞ്ചേരിക്ക് മാറ്റാൻ നിന്നപ്പോൾ ഷാജേട്ടൻ വന്നു പണി മാറ്റിയിട്ട്. അപ്പോൾ നമുക്കിവിടെ പൊരിക്കടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, സമൂസയും മുട്ട ബജിയൊക്കെ. അപ്പോൾ അത് ഉമ്മർത്ത് വന്നിരുന്ന് കഴിക്കാം. ഇനി ഏതായാലും ഇപ്പോൾ കഴിച്ചു പോയാൽ നമ്മൾ വളാഞ്ചേരി എത്തിയൊരു ദാഹം വലച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കാശ് അങ്ങനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കഴിക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ ഒരു ലൈമ് കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ തോന്നും. അപ്പോൾ ആ കാശ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ കട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അവിടെ ഇരുന്ന് കുടിച്ചു. പൂജട്ടിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടിക്കുള്ളത് അവിടെ വെച്ചു. ഷാജേട്ടൻ കുടിച്ചിട്ടാണ് പോകുന്നത്. കട്ടൻ ചായ ഷാജേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ പാടത്തു കൂടെ ഇറങ്ങിയിട്ട് ഷാജേട്ടൻ ഇനി വേഗം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളാഞ്ചേരി പോവാണ് ഗൈസ്. നമുക്കൊന്ന് 2 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മേല് കഴുകിയത് എൻ്റെ കാര്യം ഉണ്ടായി, ഒരു ചായ പിടിച്ചപ്പോഴേക്കും ചൂടായി. അപ്പോൾ ഞാനും പൂജട്ടിയും കൂടെ ഇങ്ങനെ മെല്ലെ പോയിട്ട് കുറച്ച് പച്ചക്കറി ഐറ്റംസ്, ഇപ്പോൾ ഷാജേട്ടന് രാവിലെ ഫുഡ് കൊണ്ടുപോകണതിനെ കൊണ്ടേ സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി കാര്യങ്ങൾ, പച്ചക്കറി, ഉപ്പേരിക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ മീനും കൂടെ വാങ്ങാം. അങ്ങനെ നമ്മളിതാ കുളമംഗലത്ത് എത്തി. കുറച്ച് നേരമൊക്കെ പോസ്റ്റായിട്ടോ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ട് നേരെ നമ്മൾ വളാഞ്ചേരിക്ക് എത്തിയിട്ടോ. എത്തിയിട്ട് നമുക്കിനി സ്റ്റാൻഡിൽ കയറിയിട്ട് മാസിലാണ് ആദ്യം പോകാനുള്ളത്. അവിടെ നിന്ന് നമുക്ക് പേടും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മിക്കതും ഫാൻസി സാധനങ്ങൾ 15 രൂപയൊക്കെ ഉള്ളൂ സ്റ്റെഡിന്. നല്ല അടിപൊളി സ്റ്റെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂജട്ടിക്ക് ഞാനും പൂജട്ടി അങ്ങനത്തെ എടുക്കാറ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വരണം. പിന്നെ നേരെ കയറുന്നത് സിൽവറിൻ്റെ കടയാണ് കേട്ടോ. വെള്ളിൻ്റെ ഒരു പാദസരം പൊട്ടിയിട്ട് കുറേ കാലമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ സിൽവറിൻ്റെ മൂക്കുത്തിയാണ് അധികം യൂസ്. മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ് കളക്ഷൻ. അപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ഏതായാലും അവിടെ ഇരിക്കല്ല, അപ്പോൾ അത് കൊടുത്തിട്ട് മൂക്കുത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് ഇറങ്ങി. എടുത്തൊന്നുമില്ല, ഞാൻ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് പലചരക്കും പച്ചക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി പിന്നെ ഒരു ലോട്ടറി എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വളാഞ്ചേരി പോയിട്ട് വന്നു കേട്ടോ. നമ്മൾ ഫോണിൽ ചാർജ് ഇല്ല, ഇപ്പോൾ ഫോൺ ഓഫ് ആവും. അപ്പോൾ ഞാൻ ഈ ചാർജിലിട്ടിട്ട് ബാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. സാധനങ്ങൾ നമ്മൾ എന്താ വാങ്ങിയത്, നാളികേരം, പിന്നെ ചെറുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. കുറച്ച് അൽക്കുലത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഫോണിൽ ചാർജിലിട്ടിട്ട് ചാർജ് ആയിട്ട് വരാം കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അതൊക്കെ ചാർജ് ആയതിൻ്റെ ശേഷം അടുത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉഴുന്നും പച്ചരിയും കൂടെ നാളെ ദോശമാവിനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. ഇനി ഒന്നുകൂടെ മേല് കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ മേല് കഴുകണ്ട. അപ്പം ഇനിയിപ്പോൾ അതേതായാലും അങ്ങോട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നും പച്ചരിയൊക്കെ അരച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ. രാവിലെ ദോശയിലേക്ക് ഇങ്ങനെ മാവും ദോശമാവും അതേപോലെ വെള്ളയപ്പത്തിനൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് രാവിലെ നീറ്റ് എന്തെങ്കിലും കറിയോ ചമ്മന്തിയോ ചട്നിയോ ഉണ്ടാക്കിയാൽ മതി. അല്ലാത്ത ദിവസമാണ് വലിയ പാട് കേട്ടോ. മിക്കതും നമ്മുടെ വീട്ടിൽ ദോശമാവും വെള്ളയപ്പത്തിൻ്റെ മാവും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. അല്ലാത്ത പക്ഷമൊക്കെയാണ് നമ്മൾ പുട്ടും അങ്ങനെയുള്ള സംഭവങ്ങളും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ചപ്പാത്തി ഇവിടെ ആർക്കും വലിയൊരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വല്ലപ്പോഴാണ് മേടിക്കാറും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഐസ് വാട്ടർ വെച്ച് തണുത്ത വെള്ളം വെച്ചിട്ടാണ് മാവ് അരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അരക്കിനോടത്തോളം മിക്സിയുടെ ഇത് ചൂടായിട്ട് ആ മാവ് ഇങ്ങോട്ട് വെന്ത പോലെ വരും. അപ്പോൾ നമുക്കതിലൊരു ടേസ്റ്റ് കിട്ടില്ല പിറ്റേ ദിവസം ദോശമാവ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ അരി ഉഴുന്നും വെള്ളം ഇട്ടിട്ട് നമ്മൾ പുറത്താണല്ലോ വയ്ക്കുക പാത്രം. അത് കുറച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒന്നും കൂടെ തണുക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാനാണ് കേട്ടോ പറയണത്. അപ്പോൾ മാവൊക്കെ അരച്ചു അതിലേക്ക് ഒരു കയ്യിൽ ചോറും കൂടെ കൂട്ടി അരയ്ക്കും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് വെക്കും കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കില്ല, മാവിൽ മൊത്തം ഞാൻ ഉപ്പിട്ട് കൊടുക്കില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് അടച്ച് വെക്കും. എന്താ വെച്ചാൽ തൂവി പോവും ചിലത്. വെള്ളപ്പൊക്കെയാണെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും തൂവി പോവും. ദോശമാവ് ഒന്ന് പൊന്തിങ്ങനെ വരും. അല്ലാണ്ടൊക്കെ ഉഴുന്ന് കുറച്ചും കൂടെ കൂടുതലൊക്കെ ആകുമ്പോൾ ചില സമയങ്ങളിൽ തൂവി പോവാറുണ്ട്. അപ്പോൾ അത് വേണ്ടല്ലോ, ആ മാവ് വെറുതെ നാശമായി പോകണ്ടല്ലോ. പിന്നെ നമ്മൾ അവിടെ വൃത്തിയാക്കുകയും വേണം, ആ മാവ് പോവുകയും ചെയ്യും, അത് എടുക്കാനും പറ്റില്ല. അത് കാരണം ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ ആക്കിയിട്ട് അടച്ച് വെക്കും കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ അപ്പാടെ ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ
മിക്സിയുടെ ജാറ് എന്നല്ല, മിക്സിയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കൈയോടെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മിക്സി വല്ലാണ്ട് അഴുക്കാവില്ല കേട്ടോ. ഒരുപാടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതും ഇതുമൊക്കെ ആയിട്ട് ഈ വൈറ്റ് കളറും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കായതറിയും. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും മാവോ അരപ്പൊക്കെ അരച്ചിട്ട് ഒന്ന് വൃത്തികേടായെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കൈയോടെ തുടച്ച് വൃത്തിയാക്കി വെക്കും. പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞ മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഡീപ്പായിട്ടൊന്ന് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഒന്നും അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ പാത്രങ്ങളൊക്കെ ഇത്രയും കൂടാൻ കാരണം കണ്ണൻകുട്ടിയുടെ ഒരു ജ്യൂസ് അടി ഇതിൻ്റെ ഇടയിലുണ്ടായി. ജ്യൂസല്ല, ഷെയ്ക്ക്. അപ്പോൾ അത് കാരണം അവൻ എല്ലാ പാത്രങ്ങളും മിക്കതും ഇതാ അങ്ങനെ പൊനച്ചിട്ടിട്ട് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു പാത്രം കഴുകലാണ് വീട്ടിലെ ഏറ്റവും വലിയ ചടങ്ങ്. ഞാൻ എല്ലാവരോടും കഴിക്കുമ്പോൾ അവരവരുടെ പ്ലേറ്റുകൾ അവരാരും കഴിച്ചവർ കഴുകിക്കോളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ശീലിപ്പിക്കാറുണ്ട്. ഇനി കണ്ണൻകുട്ടീനെ ആയാലും കേട്ടോ. ആൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകണ്ട. നമ്മൾ കഴിച്ച പാത്രം നമ്മൾ കഴുകണെ കൊണ്ട് ഒരു കുഴപ്പമില്ല, അതിന് ഒരു മടിയും വിചാരിക്കേണ്ട, അത് ശീലമാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കാറുണ്ട്. ഇന്ന് പാളി ജ്യൂസ് അടിച്ചതൊക്കെ അടിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിച്ചില്ലേ ഇനി ചേച്ചി കഴുകുമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും രണ്ടാളുടെ ഒരു മത്സരത്തിന് നിൽക്കുമ്പോഴേക്കും എൻ്റെ സമയം അവിടെ പോകും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടെ കഴുകി വെച്ചിട്ട് നമുക്ക് കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കാം. ഇനി നമുക്ക് കാര്യമായിട്ടുള്ള വൈകിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമുക്ക് മാമുണ്ണാൻ വേണ്ടിയിട്ടാണ്. അതിന് കുറച്ച് ചോറ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി മേലെ കഴുകിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അല്ലാതെ ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമ്മുടെ രാത്രിയിലത്തെ എല്ലാ കാര്യവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള അതേപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം കിച്ചണിൽ കയറുമ്പോൾ എന്തോ ഒരു ഫീല്, നല്ലൊരു സുഖം സന്തോഷമൊക്കെ തോന്നും കയറാൻ വേണ്ടിയിട്ട്. അത് ചെറുതിലെ അമ്മയൊക്കെ പറഞ്ഞ് ശീലമാക്കിയതുകൊണ്ട് നമ്മൾ കിച്ചൺ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളെപ്പോഴും കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ കിച്ചണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വരും, അടുക്കളയൊക്കെ. അപ്പോൾ ഈ വേസ്റ്റും കുപ്പിയും അതും ഇതൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ മൂദേവി വന്ന് വസിക്കും എന്നാണ് പറയുക. അപ്പോൾ വീട്ടിലിപ്പോൾ തൽക്കാലം ഞാനൊരു മൂദേവി ഉള്ളതുകൊണ്ട് ഇനി എക്സ്ട്രാ ഒരു മൂദേവീനെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. ഈ സമയം കൊണ്ട് പിള്ളേരൊക്കെ അവിടെ വീഡിയോ കാണുന്നുണ്ട്. ഷാജേട്ടൻ കോളിലൊക്കെയാണ്, എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് അരയ്ക്കേണ്ട സമയം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മിക്കതും ഈ രാത്രി സമയങ്ങളിൽ രാവിലെയും രാത്രിയൊക്കെ എനിക്ക് എപ്പോഴും ഈ കിച്ചണാണ് അധികം ഉണ്ടാവുക. എനിക്ക് നല്ല കേട്ടോ. എൻ്റെയൊക്കെ ഒരു പ്രായമായിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. മിക്കതും ഈ കിച്ചണായിരിക്കും അവരുടെ ഒരു ലോകം. അത് ഒതുക്കി പെറുക്കി മാറ്റി പെറുക്കി നാളേക്ക് ഇനിയിപ്പോൾ എന്തുണ്ടാക്കും, അല്ലെങ്കിൽ നാളേക്ക് എന്താ ചെയ്യുക എന്നുള്ളൊക്കെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നായിരിക്കും രാവിലെ നീറ്റാൻ ഉച്ചാകുമ്പോഴത്തേക്ക് എന്താണെന്നായിരിക്കും. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിയെന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അയ്യടാ നാളെ രാവിലേക്ക് ഇനിയിപ്പോൾ കൂർക്കയാണ് ഇരിക്കുന്നത്, അത് നാളെ രാവിലെ എണീറ്റിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴേക്കും സമയം പോണ വഴി അറിയില്ല. ഇനി ഏതായാലും ആയി. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ രാവിലേക്കുള്ള എല്ലാ സാധനങ്ങളും രാത്രിയിൽ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോല് കളഞ്ഞ് വെക്കും. രാവിലേക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു പാടായിട്ട് തോന്നും. ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പേന്ന് നമ്മുടെ പരിപാടിയൊക്കെ തീർക്കാം. ഈ പുറത്ത് പണിക്ക് പോകുമ്പോൾ ആ കറക്റ്റ് സമയത്ത് എത്തണം. നമ്മുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ 1 മണിക്കൂർ വൈകിയാലും 2 മണിക്കൂർ വൈകിയാലും ചോദിക്കുക അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് വലിയ ടെൻഷനാട്ടോ എൻ്റെ കഴിയില്ലേ എന്നുള്ളത്. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ഫസ്റ്റ് കഴിഞ്ഞ് റെഡി ആയിരിക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളൂ. ഉറക്കേ വരില്ല കേട്ടോ രാത്രിയിൽ. അലാറം അടിക്കില്ലേ, ഇനി ഞാൻ അറിയില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ വരും. എന്താ വെച്ചാൽ നമ്മൾ ഈ ഇവരുടെ വെക്കേഷൻ സമയമായപ്പോഴേ തോന്നിയ നേരത്തൊക്കെ നീക്കിയ കാരണം ആ കറക്റ്റ് സമയത്ത് നമുക്ക് ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്, കറക്റ്റ് സമയത്ത് 5 മണിക്ക് ഉണരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ സുഖം കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഉറക്കത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കാണ് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എന്താ വെച്ചാൽ തോന്നിയ നേരത്തല്ലേ ഉറങ്ങുക, അത് കാരണം കേട്ടോ. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ രാത്രി ഉറക്കമില്ല, പകലല്ല രാവിലെ ഉറക്കം കൂടുതലാണ്. അത് കാരണം ഇങ്ങനെ ടെൻഷൻ ഒന്ന് നോക്കി നോക്കും, ഇടയ്ക്ക് നോക്കും. അപ്പോൾ 3 മണി ആയിട്ടുണ്ടാവുള്ളൂ, എന്നിട്ടൊന്ന് ഉറങ്ങും, അപ്പോൾ 4:30 ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നോക്കി രാത്രിയിൽ ഉറക്കവും പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഈ ഉപ്പേരി, പിന്നെ നല്ലതാണ് ഇങ്ങനെ രാത്രിയിൽ ഇതൊക്കെ കഴിച്ച് വെക്കണം, നല്ലതാണ്. രാവിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗം അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ. ഇപ്പം എനിക്ക് ഷാജേട്ടൻ കുക്കിംഗ് പരിപാടിക്കല്ല, കച്ചവടത്തിനല്ല പോകണോണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ, കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആയാൽ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കണോണ്ട് ആ ഒരു പാടുണ്ട് കേട്ടോ. നമുക്ക് 2-3 ഒരു ദിവസം 3 ഷോർട്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, കറക്റ്റ് സമയത്ത് നമുക്കത് പോസ്റ്റ് ചെയ്യണം. അതിപ്പോൾ പാടല്ല. പക്ഷേ അന്നത്തേക്കാട്ടിൽ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ഇനി എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള എല്ലാ സമയവും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടാറുണ്ട്. ആ സമയം ഞാൻ ഉണ്ടാക്കും എങ്ങനെയെങ്കിലുമൊക്കെ.
സമയമില്ല എന്നുള്ളൊരു പേടിയില്ല, അങ്ങനെയല്ല പറയണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയൊക്കെ ഉണ്ടാക്കി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ കിച്ചണൊക്കെ ഒന്നും കൂടെ അടിച്ച് വാരിയിട്ട് നമുക്ക് അങ്ങോട്ട് തുടച്ചിടാം. അപ്പോൾ അവിടെ വൃത്തിയായി കിടക്കും. ഇവിടെ ഈ ഒരുപാട് പഴക്കമുണ്ട് ഈ വീടിന്. അപ്പോൾ അത് കാരണം ഈ നിലമൊക്കെ ഇങ്ങനെയാണ്. എത്ര അടിച്ച് വാരി തുടച്ചാലും വൃത്തിയായില്ല എന്ന് തോന്നും. നമ്മൾ മുന്നേയൊക്കെ നിന്നേറുന്ന വീട്ടിലൊക്കെ നല്ല ടൈലിൻ്റെ ഒക്കെ ആയതുകൊണ്ട് നമുക്കതിനെ തുടച്ചിട്ട വൃത്തിയായിട്ട് കിടക്കും. ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു ദിവസം ഒരുപാട് പ്രാവശ്യം അടിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഷാജേട്ടനായാലും പറയും അത് വൃത്തിയാവിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ്. അത് ആ ചുമരല്ല, നിലം ഇങ്ങനെ ആയതുകൊണ്ട് തോന്നണതാ. കൈവേദനയാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ പറയും. പക്ഷെ നമുക്കിത് ഇങ്ങനെ ആവുക കാരണം പൊടിയുണ്ട് അല്ലെങ്കിൽ വൃത്തിയായില്ല എന്നിങ്ങനെ തോന്നിയിട്ട് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കേണ്ട അവസ്ഥ വരും കേട്ടോ. അപ്പോൾ ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞു, കിച്ചൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞു. പുറത്തേക്ക് ഞാൻ അടിച്ചു വാരിയിടില്ല, ആ മുറത്തിലാക്കിയിട്ട് അവിടെ വെക്കും, നാളെ രാവിലെ കളയുള്ളൂ. എന്നിട്ട് ഇതാ മേല് കഴുകലാണ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സുഖമായി കേട്ടോ. അപ്പോൾ ഞാൻ പൂജിട്ടിയോട് പറഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാം, ഇനിയിപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിലും ഞാനും പൂജിട്ടിയും കുറേ നേരം ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ട് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ഒരു മണി 12:30 എന്തായാലും കഴിയും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പൂജിട്ടീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട്. അവൾ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവളും കൂടെ വന്നിട്ട് അങ്ങോട്ട് വിളമ്പാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ ചോറ് കഴിക്കൽ കുറവാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു BP കുറവായ കാരണം ഡോക്ടർ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം പറയും. അപ്പോൾ ഞാൻ കുറച്ചാണെങ്കിൽ ഒരു കോരിയുടെ കുറച്ചും കൂടെ കുറച്ചിട്ടെങ്കിൽ എടുത്തിട്ട് ചില ദിവസം എനിക്ക് മൂഡ് തോന്നിയാൽ കഴിക്കും, നല്ല ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കില്ല കേട്ടോ. വൈകിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചായ പലഹാരമോ കഴിച്ചാൽ മിക്കതും കഴിക്കില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പൂജിട്ടി പറഞ്ഞു ഇനി കഴിക്കാണ്ടിരുന്നിട്ട് വേണ്ട, പെയിനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കഴിക്കാഞ്ഞിട്ടാണ് എന്നാണ് ഇവിടെ പരാതി പറയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അല്ല, നമ്മൾ രാത്രി ചോറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ആളും കൂടെ ചോറൊക്കെ എടുത്തിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വീഡിയോ ഉള്ള കാരണം നമ്മൾ വീഡിയോ എടുക്കുക കാരണം ഫോണിൽ വീഡിയോ ഒന്നും വെക്കില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ 2 ആളും കൂടെ ഫോണിൽ ഏതെങ്കിലും മൂവിയൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കണ്ണൻകുട്ടിയുടെ ഒരു ഉറക്കം കഴിഞ്ഞു, അവരുറങ്ങി, ഷാജേട്ടനും ഉറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഉറക്കം ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതാ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഇനി കിടന്നുറങ്ങുന്നില്ല, വീഡിയോ കാണും, എഡിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോവുക. ഇപ്പം തന്നെ ഒന്നും ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഒരു നൈറ്റ് വ്ളോഗാണ് നമ്മൾ കാണിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഇരിക്കും, ചിലപ്പോൾ ഇരിക്കില്ല, അതൊരു മൂഡ് പോലെ തോന്നും. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യാനും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണുണ്ട്. പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. ഇപ്പോൾ ഫുഡിൻ്റെ പരിപാടി അല്ലാത്തതുകൊണ്ട് സമയമുണ്ട് കേട്ടോ എനിക്ക്. രാവിലെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കി സമയം ഇഷ്ടംപോലെ കിടക്കുക. അപ്പോൾ ഞാൻ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ വെട്ടല്ലേ, കാണാമല്ലേ? അപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ രാത്രിയിൽ നമുക്കിപ്പോൾ കുറച്ച് നേരം ഇരുന്നാലും എന്തെങ്കിലും ഒരു 10 രൂപ നമുക്കൊരു സൈഡ് വരുമാനമാവുമല്ലോ, അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനതിന് മുന്നേ ഇങ്ങനെ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ കാണുമ്പോഴും സ്റ്റാറ്റസ് കാണുമ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചായിരുന്നു അന്നൊക്കെ. അപ്പോൾ അന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യം കൊണ്ടുപോകേണ്ടതും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയമൊക്കെ ഇല്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നവർ നമുക്ക് ഇന്ന ദിവസത്തിന് കൊടുക്കണം പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ വേണ്ടേ. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് അന്ന് സമയം ഇല്ലാത്തതിനെ കൊണ്ടാണ് എടുക്കാണ്ടിരുന്നിരുന്നത്. പറ്റുന്ന പോലെ അറിയുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാനുള്ളത്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.